ബലൂചിസ്ഥാനിൽ സംഘർഷ ചൂട് കനക്കുന്നു. സൈനിക വാഹന വ്യൂഹത്തിന് നേരെ ആക്രമണം. സുറാബിൽ പാലം തകർത്തു. പാകിസ്ഥാനിലെ ബലൂചിസ്ഥാനിൽ വീണ്ടും സുരക്ഷാ ആശങ്ക ശക്തമായി തന്നെ തുടർച്ചയായി തന്നെ അവിടെ സംഭവങ്ങൾ നടക്കുകയാണ്. കൊച്ച് ജില്ലയിൽ തന്നെ സൈനിക വാഹന വ്യൂഹം ലക്ഷ്യമിട്ടുകൊണ്ട് ആക്രമണം ഉണ്ടായതായും സുബാറിൽ തന്നെ പ്രധാന പാലം സ്ഫോടനത്തെ തകർത്തതായിട്ടാണ് വാർത്തകൾ പുറത്തു വന്നിരിക്കുന്നത്. ബലൂചിസ്ഥാനിലെ സൈനിക മേഖലകളിൽ സുരക്ഷാ സ്ഥിതി വീണ്ടും വഷളാകുന്നതിനിടയിലാണ് പുതിയ സംഭവം നടക്കുന്നതും. കേച്ചിൽ തന്നെ സുരക്ഷാ സേനയുടെ വാഹന വ്യൂഹത്തെ ലക്ഷ്യമിട്ട സംഭവമാണ് പ്രധാനമായും ശ്രദ്ധ ആകർഷിക്കുന്നത്. അതേസമയം സുറാബിൽ പാലം തകർന്നതോടുകൂടി തന്നെ ഗതാഗത സംവിധാനം തടസ്സപ്പെടുകയും അത് പ്രാദേശിക ബന്ധങ്ങളെ പോലും ബാധിക്കുന്ന സാഹചര്യം ഉണ്ടായതായിട്ടാണ് വിവരങ്ങൾ. ഒരേ കാലയളവിൽ സുരക്ഷാ സേനയെ ലക്ഷ്യമിട്ടുകൊണ്ട് ആക്രമണവും അടിസ്ഥാന സൗകര്യത്തിന് നേരെയുള്ള ആക്രമണവും റിപ്പോർട്ട് ചെയ്യപ്പെട്ടതായി തന്നെ ബലൂചിസ്ഥാനിലെ നിലവിലെ സുരക്ഷാ സ്ഥിതിഗതികളെ കുറിച്ച് ആശങ്ക ഉയരുകയാണ്. ബലൂചിസ്ഥാനിൽ വർഷങ്ങളായി തന്നെ തുടരുന്ന സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിലാണ് പുതിയ സംഭവ വികാസങ്ങൾ ഉണ്ടായിരിക്കുന്നത്. സുരക്ഷാ സേനയും വിവിധ ബലൂച്ച് സായുധ സംഘങ്ങളും തമ്മിലുള്ള ഏറ്റുമുട്ടലുകൾക്ക് പുറമെ തന്നെ പ്രധാന റോഡുകളും പാലങ്ങളും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളും പലപ്പോഴും സുരക്ഷാ ആശങ്കകളുടെ ഭാഗമായിട്ടുണ്ട്. ഇതിനിടെയാണ് പുതിയ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ മേഖലയിൽ സുരക്ഷാ പരിശോധനകളും ജാഗ്രതകളും ശക്തമാക്കിയിരിക്കുന്നത്. സൈനിക വാഹന വ്യൂഹം ലക്ഷ്യം വെക്കുക, പാലം തകർക്കുക. ബലൂചിസ്ഥാനിൽ ഒരേ സമയം തന്നെ 2 സുരക്ഷാ സംഭവങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. ഇതിന് പിന്നിൽ ആരാണ് എന്നതിലും സംഭവങ്ങളുടെ കൃത്യമായ സാഹചര്യത്തിലും കൂടുതൽ വിവരങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. എന്നാൽ ഇതിന് പിന്നിൽ പാകിസ്ഥാൻ തന്നെ ആകാമെന്ന ആരോപണവും ഇപ്പോൾ ഉയർത്തുന്നുണ്ട്. ബലൂചിസ്ഥാനിലെ അശാന്തി വീണ്ടും പാകിസ്ഥാൻ ഭരണകൂടത്തിന് വലിയ സുരക്ഷാ വെല്ലുവിളിയായി തന്നെ മാറുകയാണ്. പുതിയ സംഭവങ്ങൾക്ക് പിന്നാലെ തന്നെ മേഖലയിൽ സുരക്ഷാ സേനയുടെ പ്രതികരണം ശക്തമാകുമോ, കൂടുതൽ ആ ഒരു പ്രദേശങ്ങളിലേക്ക് സംഘർഷം വ്യാപിക്കുമോ എന്നതിലാണ് ഇപ്പോൾ ഒരു നിർണായക സമയമായി തന്നെ കണ്ടെത്തിയിരിക്കുന്നത്. പ്രകൃതി വിഭവങ്ങളാൽ തന്നെ സമ്പന്നമായ ബലൂചിസ്ഥാൻ വർഷങ്ങളായി തന്നെ പാകിസ്ഥാൻ ഭരണകൂടം ബലൂച്ച് സായുധ സംഘങ്ങളും തമ്മിലുള്ള സംഘർഷത്തിന്റെ പ്രധാന കേന്ദ്രമാണ്. സ്വാതന്ത്ര്യം, കൂടുതൽ രാഷ്ട്രീയ അവകാശങ്ങൾ, വിഭവങ്ങളിൽ കൂടുതൽ നിയന്ത്രണം തുടങ്ങിയ ആവശ്യങ്ങളാണ് വിവിധ ബലൂച്ച് സംഘടനകൾ ഉന്നയിക്കുന്നതും. പ്രദേശത്തെ സായുധ സംഘങ്ങൾ പാകിസ്ഥാൻ സുരക്ഷാ സേനയെയും സർക്കാർ സ്ഥാപനങ്ങളെയും അടിസ്ഥാന സൗകര്യങ്ങളെയും എല്ലാം തന്നെ ലക്ഷ്യമിട്ടുകൊണ്ട് ആക്രമണങ്ങൾ നടത്താറുണ്ട്. മറുവശത്ത് ഭീകരവിരുദ്ധ നടപടികളും ഭാഗമായി തന്നെ പാകിസ്ഥാൻ സൈന്യവും സുരക്ഷാ സേനകളും വ്യാപകമായ ഓപ്പറേഷനുകൾ നടത്തി വരികയാണ്. ഇതിനിടയിലാണ് കേച്ച് ജില്ലയിൽ സൈനിക വാഹന വ്യൂഹം ആക്രമിക്കപ്പെട്ടതായുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. അതോടൊപ്പം തന്നെ സുറാബിൽ പാലം സ്ഫോടനത്തിൽ തകർക്കുകയും ചെയ്തു. സുരക്ഷാ സേനയെ നേരിട്ട് ലക്ഷ്യമിടുന്ന ആക്രമണങ്ങൾക്കൊപ്പം തന്നെ ഗതാഗത അടിസ്ഥാന സൗകര്യങ്ങളെ കൂടി ലക്ഷ്യമിടുന്ന സാഹചര്യം മേഖലയിൽ സുരക്ഷാ വെല്ലുവിളി ഉയർത്തുകയാണ്. ബലൂചിസ്ഥാനിലെ അസ്ഥിരത പാകിസ്ഥാന്റെ ആഭ്യന്തര സുരക്ഷയെ മാത്രമല്ല ബാധിക്കുന്നത്. ചൈനയുടെ വൻ നിക്ഷേപങ്ങൾ ഉൾപ്പെടെയുള്ള ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴിയായ CPEC കടന്നുപോകുന്ന ആ ഒരു പ്രദേശമായതിനാൽ തന്നെ മേഖലയിലെ സുരക്ഷ അന്താരാഷ്ട്ര തലത്തിലും വേറെ പ്രാധാന്യപ്പെട്ടതാണ്. പ്രത്യേകിച്ച് ഗദ്വാർ തുറമുഖവും ഖനന മേഖലകളും ഉൾപ്പെടെയുള്ള തന്ത്രപ്രധാന പ്രദേശങ്ങളിൽ സുരക്ഷ ഉറപ്പാക്കുക പാകിസ്ഥാൻ ഭരണകൂടത്തിന് വലിയ വെല്ലുവിളിയാണ് ഇത് സൃഷ്ടിക്കുന്നത്. ബലൂച്ച് സായുധ സംഘങ്ങൾ വിദേശ നിക്ഷേപകരെ അല്ലെങ്കിൽ ആ ഒരു നിക്ഷേപങ്ങളും ചൈനീസ് പൗരന്മാരെയും ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങൾ നടത്താനുള്ള സാഹചര്യത്തിൽ പുതിയ സംഭവങ്ങൾ വീണ്ടും അന്താരാഷ്ട്ര ലെവലിൽ പോലും അവിടെ ശ്രദ്ധ നേടുന്നുണ്ട്. അതേസമയം ഇത്തരം ആക്രമണങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നവരെ കണ്ടെത്തുന്നതിനും മേഖലയിൽ നിയന്ത്രണം ശക്തമാക്കുന്നതിനുമായി തന്നെ പാകിസ്ഥാൻ സുരക്ഷാ സേനയുടെ നടപടികളും ശക്തമാക്കാനും സാധ്യത. ഒരു വശത്ത് സൈനിക വാഹന വ്യൂഹത്തിന് നേരെയുള്ള ആക്രമണം, മറുവശത്ത് പാലം തകർക്കൽ. ബലൂചിസ്ഥാനിലെ സംഘർഷം വീണ്ടും പുതിയ ഘട്ടത്തിലേക്ക് കടക്കുന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ട് പ്രദേശത്ത് സുരക്ഷാ സ്ഥിതിഗതികൾ കൂടുതൽ രൂക്ഷമാകുന്ന ഒരു സാഹചര്യം ഉണ്ടായതായി തന്നെയാണ് വ്യക്തമാക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.